നിലമ്പൂരിൽ UDF-നെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ CPM BJP ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം BJP സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചത്. BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായി. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് CPM നേതൃത്വത്തിന് BJP നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് UDF വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും BJPക്ക് പോയില്ല. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ്, രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി UDF അതിശക്തമാണ്. സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു 8-10 ദിവസത്തിലാകാണ് അത് ഓർഡറിലാകാറുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ്. ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും. ഫസ്റ്റ് സ്ക്വാഡിൽ നിന്ന് വൈകുന്നേരം തീരും. അത് ഇന്നലെ തന്നെ അത് ഫലപ്രദമായി അത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ, സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ BJPയും CPM-ഉം ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഇവർ പരസ്പരം ഇപ്പോൾ വ്യാപകമായി ഹൈവേ തകർന്നു വീണു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ, അതിൻ്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺട്രാക്ടർക്ക്, പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ 500-1000 കോടി രൂപ കിട്ടിയിരിക്കുകയാണ്. 2000-ഓളം കോടി രൂപയുടെ കോൺട്രാക്റ്റ് എടുത്തിട്ട് 1000 കോടിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് 1000 കോടി രൂപയാണ്. അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കേരള ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയണത്. നിങ്ങൾ പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് വന്നത്. പാലം തകർന്നൊന്നും വീണില്ല, അതിൻ്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്ന് അതിൻ്റെ പകുതി ടാറിങ് ഉൾപ്പെടെയുള്ള തീർന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. എന്നിട്ട് പോലും അന്നത്തെ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് വിജിലൻസ് കേസെടുത്ത് മന്ത്രിയെ പ്രതിയാക്കിയ ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് 150ഓളം സ്ഥലത്ത് ഈ വിള്ളൽ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല, ഒരു പരാതിയില്ല. കോടിക്കണക്കിന് രൂപ അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലയെന്ന്. പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലം എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ CPM എവിടെ പോയി? കോംപ്രമൈസ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്. പേടിയാണ്, കേന്ദ്ര സർക്കാരിനെ പേടിയാണ്. മാത്രമല്ല, കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ BJPക്കും ഇടയ്ക്കുള്ള പാലമാണ്. അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തിയവർ പറയില്ല. ഈ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതകളെക്കുറിച്ചുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം മാത്രം മതി CPM BJP ബാന്ധവം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ. ഞങ്ങൾക്കൊരു പരാതിയില്ലെന്ന് പറയാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മഴ മാറിയിട്ട് തുറന്നാൽ പോരെ സ്കൂളെന്ന്. കാരണം എല്ലായിടത്തും റോഡ് ഇടിഞ്ഞു വീഴാണ്, വെള്ളം കുത്തിയൊലിക്കുകയാണ് റോഡിലൂടെ. ഈ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറവൂര് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ്. വലിയ പ്രശ്നമാണ്. ഒരുപാട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, മുഴുവൻ വെള്ളത്തിലാണ്. അത്ര അശാസ്ത്രീയമായിട്ടാണ് ഹൈവേ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി നടന്നിരുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പം മിണ്ടാട്ടമില്ല. ക്രെഡിറ്റ് എടുക്കാൻ, ഹൈവേ പണിത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്ക് ഇതിൻ്റെ കൂടി ഉത്തരവാദിത്വമില്ലേ? ഒന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല. എന്നിട്ട് ഒരു പരാതിയില്ല. അത് ഭയന്നിട്ടാണ്, കേന്ദ്ര സർക്കാരിനെ ഭയന്നിട്ടാണ് നിൽക്കുന്നത്. ആ ബാന്ധവമാണ് നിലമ്പൂരിൽ. പക്ഷേ ഞങ്ങൾ CPM BJP ബാന്ധവത്തെ തകർത്ത് നല്ല ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ജയിക്കും ഉറപ്പാണ്. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDF-ൻ്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന്
ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. മറ്റേ സംഘടനാപരമായിട്ടല്ല. അവനോട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. അത് അയാൾ തന്നെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. ഞങ്ങൾ ക്ലോസ്ഡ്. ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. ഏത് UDF നേതാവും ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല. ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് UDF നേതൃത്വമാണ്. മിനിയാന്ന് ചേർന്ന UDF നേതൃത്വം. അവരാണ് തീരുമാനിച്ചത്. നമ്മളെടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ആ തീരുമാനം UDF കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ടും തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു. എന്നോട് ചുമതലപ്പെടുത്തിയാണ്. ഞാൻ ആ വാതിൽ അടച്ചു. ഇന്നലെ ഇനി ചർച്ചയില്ല. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഇവിടെ ഞാൻ ആരോടും പത്രിക സമർപ്പിക്കരുതെന്ന് പറയില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക. ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക. അതിലൊന്നും ഞങ്ങൾക്ക് പരാതി. നിലമ്പൂരിൽ മത്സരം CPM-ഉം LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺടസ്റ്റാണ്. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ 9 വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വെറുത്തിരിക്കുന്ന ഗവൺമെൻറ്റാണ്. റിസൾട്ട് വരുമ്പോൾ കാണാം. അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതാണ് പിന്നെ ഇവരും BJP-യും തമ്മിലുള്ള ഈ ഏർപ്പാട്. ഇവരും BJP-യും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ, ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു അന്വേഷണമില്ല. എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിയത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ്, സോഷ്യൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. അത് BJP-ക്ക് അനുകൂലമാവും. അത് അറിഞ്ഞുകൊണ്ട് BJP-യും CPM-ഉം അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലമ്പാക്കി. ഇപ്പം എല്ലാവർക്കും വ്യക്തമായില്ല. ഈ വർഷം ഇപ്പോൾ എന്തായി? ഇലക്ഷൻ കഴിഞ്ഞ്. ഈ വർഷം അപ്പം ഇലക്ഷൻ ഇല്ല തൃശ്ശൂർ. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബന്ധം, ഭയങ്കര സ്നേഹം. അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ്. കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി, ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി അവിടെ ഉണ്ട്. ഞാൻ ഈ ഇലക്ഷനിലൊക്കെ സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു. അത് പല കാരണങ്ങളുടെ പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അത് LDF ട്രെൻഡിലാണ്. എന്നിട്ട് എത്രയും ജയിച്ചത്? 2700 വോട്ടിനെ ജയിച്ചത്. ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ 10,000-ഓളം വോട്ട് കുറവ് വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2700 വോട്ടിന് മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതെല്ലാം മാറി. സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ്. ഞാനാണല്ലോ ഈ ഇലക്ഷൻ്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത്. എന്നെപ്പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ UDF പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഞങ്ങളതിൻ്റെ വർക്ക് അതുപോലെയാണ് ആസ്വദിക്കുന്നത്. ഞങ്ങൾ നല്ല കോൺഫിഡൻറ്റാണ്, 100% കോൺഫിഡൻറ്റാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും, ഞങ്ങളെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ? ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ. തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും ഒക്കെ മനസ്സിലായില്ലേ, അങ്ങ് ഉരുണ്ട് കളിക്കും. ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം. ഞാൻ പറഞ്ഞല്ലോ, UDF എന്ന് പറയുന്നത് കെ കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ, CH മുഹമ്മദ് കോയെ പോലുള്ള ആളുകൾ, പാണക്കാട് തങ്ങന്മാർ, KM മാണി, TM ജേക്കബ്, PJ ജോസഫ്, അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് UDF. അതിൻ്റെ മാനത്തിന്മേൽ, അതിൻ്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനൊരു നിയോഗം കൊണ്ട് ആ കസേരയിൽ വന്നിരിക്കുന്ന ആളാണ്. ഇത് VD സതീശൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? UDF-ൻ്റെ ഒറ്റക്കെട്ടായ
തീരുമാനമാണ്. അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ ഞാനല്ലേ പറയേണ്ടത്. UDF ചെയർമാൻ എന്ന നിലയിൽ പറയാൻ എന്നെ ചുമതലപ്പെടുത്തി. അത് ഞാൻ പറയുന്നു. അതിൻ്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ്. അതിനൊന്നും എനിക്ക് മറുപടിയില്ല. എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടി. ഞങ്ങൾ പൊളിറ്റിക്കലാണ്. ഞങ്ങളുടെ ഒരു വോട്ടും ആര് മത്സരിച്ചാലും പോവില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടാണ്. രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള 2026 അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ, ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ഒരാൾക്കും പോവില്ല. അത് UDF സ്ഥാനാർത്ഥി ആര്യാട ഷൗക്കത്തിന് കിട്ടും. ഇതൊക്കെ ഈ ചെറുപ്പക്കാരായ ആളുകൾ അവർ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതൊക്കെ എന്നോട് നിങ്ങൾ ചോദിക്കുന്നത് എന്തിന്? അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ. നിങ്ങൾ വല്ല പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഞാൻ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്നും ഒരു കമന്റ് പോലും പറഞ്ഞില്ല. മോശമായിട്ട് അഭിമാനമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, UDFന്റെ അഭിമാനത്തിന്മേൽ പോറലേൽപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ പുറത്തിരുന്ന് ഇപ്പോൾ പല നേതാക്കളും അൻവർ വന്നാൽ നന്നായിരുന്നു. അല്ല, അതൊക്കെ അല്ലല്ല, ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു 2 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, അല്ലേ? അത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ തീരുമാനം എടുക്കാം. വരണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? എന്താ വരണ്ടെന്നാണോ? വരണമെന്നില്ലേ എൻ്റെ അകത്ത്? വരണമെന്നാണ് എൻ്റെ. ആ 2 സെൻറ്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ UDF നേതൃത്വത്തിൽ നിന്ന് ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് നിങ്ങൾ തന്നെ സംസാരിച്ച ഒരേ കാര്യം പറഞ്ഞാൽ 5 രീതിയിലല്ലേ പറയുള്ളൂ. അല്ല എല്ലാവരും അച്ചടി ഭാഷയിൽ സംസാരിക്കുമോ? അങ്ങനെയല്ലല്ലോ. ഞാൻ അച്ചടിച്ചു കൊടുത്താൽ പോലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ടോൺ മാറും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ല അതെങ്ങനെ അല്ല ആണെന്നേ, അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനല്ലേ ഇത് പറയുന്നത്. UDFന്റെ അഭിപ്രായം പറയുന്ന ആളല്ലേ. വേറെ വല്ല വഴി പോകുന്ന ആളല്ലേ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ട്. എന്നെയല്ലേ വിളിക്കേണ്ടത്. കറക്റ്റാണ്. എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. ഞാൻ അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അതൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളും പൊളിറ്റിക്കൽ അനാലിസിസൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ഞാനൊരു ജനാധിപത്യവാദിയാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും പറയാം. എനിക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ജയിക്കും. UDF ജയിക്കും. UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് ഞങ്ങൾ പോകും. VD സതീശന്റെ വാക്കുകളാണ് കേട്ടത്. സതീശൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടം ഇന്നലെ PB അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അത് ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു. സംഘടനാപരമായ വിശദീകരണം താൻ ചോദിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തോട് ശാസിക്കും എന്നതാണ് ഇക്കാര്യത്തിൽ VD സതീശൻ പറയുന്ന കാര്യം. പക്ഷേ പ്രതിപക്ഷ നേതാവ് അറിയാതെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടം PV അൻവറിനെ കാണും എന്ന ചോദ്യത്തിന് കോൺഗ്രസ് കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. VD സതീശൻ്റെ വാക്കുകൾ എന്തായാലും കോൺഗ്രസ് ക്യാമ്പിനകത്ത് തന്നെ തൃപ്തി നൽകുന്നതല്ല. കാരണം സതീശൻ്റെ വിശ്വസ്തരായ ഇത്തരം നേതാക്കൾ VD സതീശൻ അറിയാതെ കാണുമോ? VD സതീശനും PV അൻവറും തമ്മിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള എന്തു തന്ത്രവുമായിട്ടാണ് രാഹുൽ കണ്ടത്? നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കും. VD സതീശൻ ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ഈ വിവാദം അത് പുതിയ തലത്തിലേക്ക് പോകുന്ന ഉറപ്പാണ്. കോൺഗ്രസിനകത്ത് തന്നെ എന്തിന് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇത്തരമൊരു നീക്കം നടത്തിയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കടുത്ത അതൃപ്തിയുണ്ട്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ കൂടിയും ചിലർ ഈ ഘട്ടത്തിൽ അത് തുറന്നു പറയുന്നില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് വിശദമായി പരിശോധിക്കാം. അൻവർ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. ഇടവേളയാണ്.